കൊച്ചിയിലെ തിരക്കേറിയ ഒരു ആശുപത്രി മുറിയിൽ അനുപമ തളർന്നു കിടക്കുകയായിരുന്നു. 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിന്റെ ക്ഷീണം അവളെ വല്ലാതെ തളർത്തിയിരുന്നു. അവളുടെ ശരീരം വിയർപ്പിൽ കുളിച്ചിരുന്നു. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളിലൂടെയാണ് താൻ കടന്നുപോയതെന്ന് അവൾക്ക് തോന്നി. മുറിയിൽ അവളുടെ 3 കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ കാത്തിരുന്ന സന്തോഷം അവളുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നില്ല. പകരം ഭയാനകമായൊരു നിശബ്ദത അവളെ ഗ്രസിച്ചു. അവൾ തലയുയർത്തി ഭർത്താവ് റെജിനെ നോക്കി. പക്ഷേ അവന്റെ കണ്ണുകളിൽ പഴയ സ്നേഹം അവൾ കണ്ടില്ല. റെജിൻ കുഞ്ഞുങ്ങളെ കിടത്തിയിരുന്ന ഇൻക്യുബേറ്ററുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ മുഖഭാവം മരവിച്ചിരുന്നു. കണ്ണുകളിൽ ദേഷ്യവും നിരാശയും നിറഞ്ഞിരുന്നു. അനുപമയും റെജിനും വെളുത്ത നിറമുള്ളവരായിരുന്നു. എന്നാൽ അവരുടെ 3 കുഞ്ഞുങ്ങളും ഇരുണ്ട നിറമുള്ളവരായിരുന്നു. ഈ കാഴ്ച റെജിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അവൻ മുഷ്ടി ചുരുട്ടി കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. ഒരു വാക്കുപോലും പറയാതെ പെട്ടെന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. റെജിന്റെ പ്രതികരണം അനുപമയുടെ ഹൃദയത്തിൽ ഭയം നിറച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അല്പം ഭേദപ്പെട്ടപ്പോൾ അവൾ കുഞ്ഞുങ്ങളെ എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് മുറിയുടെ വാതിൽ ശക്തിയായി തുറക്കപ്പെട്ടത്. റെജിൻ വേഗത്തിൽ അകത്തേക്ക് വന്നു. അവന്റെ കയ്യിൽ വലിയ ബാഗുകളുണ്ടായിരുന്നു. അവൻ ദേഷ്യത്തോടെ അവ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് വെറുപ്പോടെ അവളെ നോക്കി അലറി, "അനുപമ, എന്റെ വീട്ടിലേക്ക് നീ ഇനി കാലെടുത്തു വെക്കരുത്. ഈ കുട്ടികളുടെ അച്ഛനെ തേടിപ്പിടിച്ച് അവനോടൊപ്പം ജീവിച്ചോ?" അനുപമയുടെ കണ്ണുകൾ വിടർന്നു. അവൾ കഷ്ടപ്പെട്ട് ഉമിനീരിറക്കി. "രജിൻ, നീ എന്താ ഈ പറയുന്നത്? ഇതൊരു തമാശയാണോ?" അവൻ പുച്ഛത്തോടെ ചിരിച്ചു. "തമാശയോ? ഈ കുട്ടികളെ നോക്ക്. ഇവരിൽ ഒരാൾ പോലും എന്നെപ്പോലെയല്ല. മറ്റൊരാളുടെ മക്കളെ വളർത്താൻ ഞാൻ വിഡ്ഢിയല്ല. നീ എന്നെ വഞ്ചിച്ചു അനുപമ. ഞാൻ നിനക്കൊരിക്കലും മാപ്പ് നൽകില്ല." അനുപമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. അവൾ വിറയലോടെ പറഞ്ഞു, "ഇല്ല, ഞാൻ നിങ്ങളെ വഞ്ചിച്ചിട്ടില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ലായിരുന്നു. റെജിൻ, ഈ കുട്ടികൾ നിങ്ങളുടെ മക്കളാണ്. എന്നെ വിശ്വസിക്കൂ." എന്നാൽ റെജിന്റെ മുഖഭാവം മാറിയില്ല. അവൻ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, "പോയി നിന്റെ നുണകൾ മറ്റാരോടെങ്കിലും പറയ്. നിന്റെ ബാഗുകൾ എടുത്ത് ഉടൻ ഇവിടെ നിറങ്ങിക്കോ." ആ നിമിഷം അനുപമയ്ക്ക് തന്റെ ലോകം തകർന്നുപോയതായി തോന്നി. റെജിൻ മുറിയിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് പോയി. തകർന്ന ഒരു ഭാര്യയെ പിന്നിലാക്കി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ ഫോണിലേക്ക് മറ്റൊരു സന്ദേശം വന്നു. അവളത് തുറന്നപ്പോൾ മറ്റൊരു കഠിനമായ സത്യം അവളെ ഞെട്ടിച്ചു. അവളും റെജിനും തമ്മിലുള്ള എല്ലാ സംയുക്ത അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിച്ചിരിക്കുന്നു. അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോണെടുത്ത് അമ്മ ലതയെ വിളിച്ചു. ഫോണെടുത്ത ഉടൻ അവൾ കരഞ്ഞുകൊണ്ട് അലറി, "അമ്മേ, റെജിൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എനിക്കെന്തു ചെയ്യണമെന്നറിയില്ല." അവളുടെ അമ്മ ലത ഒരു നിമിഷം പോലും മടിച്ചില്ല. അവർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. മകളെ വിളറിയതും തകർന്നതുമായി കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. മകളെ കെട്ടിപ്പിടിച്ച് കുഞ്ഞുങ്ങളോടൊപ്പം വീട്ടിലേക്ക് കൊണ്ടുപോയി. കാറിൽ അനുപമ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കണ്ണുനീരവളുടെ കവിളിലൂടെ ഒഴുകി. സംഭവിച്ചതൊന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇത്രയും വർഷം സ്നേഹിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഒറ്റ രാത്രി കൊണ്ട് അവളെ തെരുവിലേക്ക് വലിച്ചെറിയാൻ കഴിഞ്ഞത്? എന്നാൽ അവളുടെ ഉള്ളിൽ ഒരു നേർത്ത ശബ്ദം മന്ത്രിച്ചു, "ഞാൻ കീഴടങ്ങില്ല." അവൾക്ക് തളരാൻ കഴിയില്ലെന്നവൾക്കറിയാമായിരുന്നു. അവൾക്ക് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടിയിരുന്നു. സത്യം പുറത്തു കൊണ്ടുവരേണ്ടിയിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ അവളോട് ദയ കാണിച്ചില്ല. ലത പേരക്കുട്ടികളെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ചു. അവരുടെ കണ്ണുകളിൽ കടുത്ത ആശങ്ക നിഴൽച്ചെന്നിരുന്നു. "അനുപമ, നീ ശക്തിയായിരിക്കണം മോളെ. എന്തു സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെയുണ്ടാകും." അനുപമ പതിയെ തലയാട്ടി. പക്ഷേ അവളുടെ ഹൃദയത്തിലെ വേദന മാറിയില്ല. ഈ കഷ്ടപ്പാടുകൾക്ക് കീഴടങ്ങാൻ അവൾക്ക് കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. അവരെ വളർത്തേണ്ടിയിരുന്നു. അവരുടെ ഭാവിക്കു വേണ്ടി അവൾക്ക് എഴുന്നേൽക്കേണ്ടിയിരുന്നു. എന്നാൽ വിധി അവൾക്കായി കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഒരു സായാഹ്നത്തിൽ അവൾ കുട്ടികളിൽ ഒരാളുടെ ഡയപ്പർ മാറ്റുമ്പോൾ അവളുടെ ഫോണിലേക്കൊരു സന്ദേശം വന്നു. അവൾ വേഗത്തിൽ അത് തുറന്നു. അവളുടെ ഞരമ്പുകളിലെ രക്തം തണുത്തുറഞ്ഞു. "നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുന്നു." അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവൾ വിറയലോടെ ബാങ്കിംഗ് ആപ്പ് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഫലമുണ്ടായില്ല. അവളുടെ എല്ലാ അക്കൗണ്ടുകളും അടച്ചിരിക്കുന്നു.
അവളുടെ കുട്ടികൾക്കായി അവൾ നിക്ഷേപിച്ച എല്ലാ പണവും പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. പരിഭ്രാന്തയായി അനുപമ ഫോണെടുത്ത് റെജിനെ വിളിച്ചു. പക്ഷേ അവൻ പ്രതികരിച്ചില്ല. അവൾ വീണ്ടും ശ്രമിച്ചു, പിന്നെ 3-ാം തവണയും. പക്ഷേ പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി, അവൻ അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അവൻ അവളുടെ എല്ലാ പണവുമെടുത്ത് അവളെ നിസ്സഹായയാക്കി ഉപേക്ഷിച്ചിരിക്കുന്നു. അവളുടെ കവിളിലൂടെ കണ്ണുനീരൊഴുകി. അവൾ കയ്യിലെ കുഞ്ഞിനെ നോക്കി. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് റെജിൻ? അവൾ വിറയലോടെ മന്ത്രിച്ചു. സ്നേഹം അവസാനിച്ചതൊരു കാര്യമായിരുന്നു. പക്ഷെ എന്തിനാണ് അവളെയും അവളുടെ കുട്ടികളെയും പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിട്ടത്? മകളുടെ കണ്ണുനീർ കണ്ടപ്പോൾ ലതയുടെ ഹൃദയത്തിൽ ദേഷ്യം ആളിക്കത്തി. ഇത് എളുപ്പത്തിൽ കടന്നുപോകില്ല. നമ്മൾ പോലീസിൽ പോയി നിന്റെ അവകാശങ്ങൾ ചോദിക്കും, അവർ ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു. എന്നാൽ അനുപമ നിരാശയോടെ തലയാട്ടി. അമ്മേ, നമ്മൾ എന്തു ചെയ്താലും പണം തിരികെ ലഭിക്കില്ല. റെജിൻ ഇതെല്ലാം ആസൂത്രണം ചെയ്തതാണ്. അവനിനി നമ്മളെ അവന്റെ ജീവിതത്തിൽ വേണ്ട. പക്ഷെ മറ്റുള്ളവർ അവിടെ തളർത്താൻ ആഗ്രഹിച്ചാലും അനുപമ കീഴടങ്ങാൻ ഒരുക്കമായിരുന്നില്ല. അവൾ തന്റെ 3 കുട്ടികളെ കെട്ടിപ്പിടിച്ച് കണ്ണടച്ചു മന്ത്രിച്ചു, എന്ത് സംഭവിച്ചാലും നമ്മൾ അതിജീവിക്കും. അടുത്ത ദിവസം രാവിലെ അവൾ എറണാകുളത്തെ ഒരു ചെറിയ കടയിൽ കാഷ്യറായി ജോലിക്ക് പോയി. ജോലി കഠിനമായിരുന്നില്ല, പക്ഷേ അത് അവളെ വളരെ ക്ഷീണമുണ്ടാക്കി. ശമ്പളം വളരെ കുറവായിരുന്നു. 3 കുട്ടികളുള്ളതുകൊണ്ട് അവൾക്ക് ദിവസവും ജോലി ചെയ്യേണ്ടി വന്നു. അതവളെ തളർത്തി. എന്നാൽ ഓരോ തവണയും അവൾക്ക് ക്ഷീണവും നിരാശയും തോന്നുമ്പോൾ അവൾ തന്റെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി പുതിയ ശക്തി അവളിൽ ഉണർന്നു. എന്നാൽ അവളുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അവശേഷിച്ചു. അവളുടെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ അച്ഛനെപ്പോലെ തോന്നാത്തത്? അവളുടെ ഗർഭകാലത്ത് അവൾക്ക് അസാധാരണമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ റെജിനെ ഒരിക്കലും വഞ്ചിച്ചിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? അവൾ രാത്രികളിൽ ഉറങ്ങാതെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. ഒടുവിൽ അവൾ കുട്ടികൾക്ക് DNA പരിശോധന നടത്താൻ തീരുമാനിച്ചു. രജിനി വേണ്ടിയായിരുന്നില്ല അത്. കാരണം അവനിപ്പോൾ അവൾക്കൊരു അപരിചിതനായിരുന്നു. പക്ഷേ അവൾക്ക് സത്യം സ്വയം അറിയേണ്ടിയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവൾക്ക് ലാബിൽ നിന്ന് ഒരു കവർ ലഭിച്ചു. അത് കയ്യിലെടുക്കുമ്പോൾ അവളുടെ കൈകൾ വിറച്ചു. അവളൊരു ദീർഘനിശ്വാസമെടുത്ത് പതിയെ അത് തുറന്നു. അവളുടെ കണ്ണുകൾ ആദ്യ വരികളിലൂടെ ഓടി. ബയോളജിക്കൽ അമ്മയുടെ പരിശോധന ഫലം പോസിറ്റീവ്. അനുപമ തണുത്തുറഞ്ഞുപോയി. കുട്ടികൾ തീർച്ചയായും അവളുടെ കുട്ടികളായിരുന്നു. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് അവർ റെജിനെപ്പോലെ തോന്നാത്തത്? അവൾക്കവിടെ നിർത്താൻ കഴിഞ്ഞില്ല. അവൾ നേരെ അമ്മയെ നോക്കി ആകാംക്ഷയുള്ള കണ്ണുകളോട് ചോദിച്ചു, അമ്മേ, സത്യം പറയൂ, നമ്മുടെ ഭാരതീയ ചരിത്രത്തെക്കുറിച്ച് എനിക്കറിയാത്ത എന്തെങ്കിലുമുണ്ടോ? അമ്മ തണുത്തുറഞ്ഞുപോയി. അവരുടെ മുഖം വിളറി. അവർ ദൂരേക്കു നോക്കി. അമ്മയുടെ ഭാവം കണ്ടപ്പോൾ അനുപമയുടെ ഹൃദയത്തിൽ ആശങ്ക നിറഞ്ഞു. അമ്മേ, ദയവായി, നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നു. ലത ചുണ്ടുകടിച്ചു. ആഴത്തിലുള്ള ആശങ്ക അവരുടെ മുഖത്ത് തെളിഞ്ഞു. മോളെ, പക്ഷേ സത്യമറിയാൻ പട്ടിയുള്ള സമയമായിരിക്കുന്നു. അനുപമയുടെ ശ്വാസം നിലച്ചതുപോലെയായി. അമ്മയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവളുടെ ജീവിതം വീണ്ടും മാറ്റിമറിക്കുമോ? അനുപമ അമ്മയെ നോക്കി ഉത്തരത്തിനായി കാത്തുനിന്നു. ലത ആഴത്തിലൊരു നെടുവീർപ്പിട്ടു. അവരുടെ മുഖം ആശയക്കുഴപ്പത്തിൽ നിറഞ്ഞു. അവർ ചില നിമിഷങ്ങൾ നിശബ്ദരായി നിന്നു. പിന്നെ ദുഃഖം നിറഞ്ഞ കണ്ണുകളോടെ മകളെ നോക്കി ശാന്തമായി പറഞ്ഞു, മോളെ, സത്യത്തിൽ നീ നിന്റെ അച്ഛന്റെ ബയോളജിക്കൽ മകളല്ല. അനുപമയ്ക്ക് ഹൃദയം നിലച്ചതുപോലെയായി. എന്താ അമ്മ എന്തീ പറയുന്നത്? അവൾ വിറയലോടെ മന്ത്രിച്ചു. ലത മകളുടെ കൈകൾ മുറുകെ പിടിച്ചു. അവരുടെ കണ്ണുകൾ കണ്ണുനീരിൽ നിറഞ്ഞു. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ വിവാഹത്തിനു മുൻപ് ഞാനൊരു പുരുഷനെ സ്നേഹിച്ചിരുന്നു. ഞാൻ അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. പക്ഷെ അവൻ നമ്മുടെ നാട്ടുകാരനായിരുന്നില്ല. അവൻ ആഫ്രിക്കൻ വംശജനായ ഒരു പുരുഷനായിരുന്നു. പക്ഷേ എന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദം കൊണ്ട് എനിക്ക് അവനുമായി വേർപിരിയേണ്ടി വന്നു. പിന്നീട് ഞാൻ നിന്റെ അച്ഛനെ വിവാഹം കഴിച്ചു. അനുപമയ്ക്ക് ശ്വാസമെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്റെ രക്തത്തിൽ ആഫ്രിക്കൻ രക്തമുണ്ടോ? അവൾ ഇടറി സ്വരത്തിൽ മന്ത്രിച്ചു. അവൾ ഞെട്ടലോടെ തന്റെ കൈകളിലേക്ക് നോക്കി. തനിക്ക് തന്നെ അറിയാത്തതുപോലെയായി. ലത പതിയെ തലയാട്ടി. അവരുടെ കവളിലൂടെ കണ്ണുനീരൊഴുകി. അതേ മോളെ, ഇത് ഞാൻ ആരോടും പറയാത്തൊരു രഹസ്യമായിരുന്നു. നിന്റെ അച്ഛൻ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. എനിക്ക് ഭൂതകാലം ഉപേക്ഷിച്ച് നിന്നോടൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ നിന്റെ ജീനുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ സത്യം നിന്റെ കുട്ടികളിലും കാണാം. അനുപമ ഒരു ദീർഘനിശ്വാസമെടുത്തു. ഒരുതരം വിചിത്രമായ ഭാരം അവളുടെ ശരീരത്തിൽ നിന്നൊഴിഞ്ഞുപോയതായി അവൾക്ക് തോന്നി. അവളുടെ കുട്ടികൾ തീർച്ചയായും അവളുടെ കുട്ടികളായിരുന്നു. അവൾ അവരെ അവളുടെ ഗർഭപാത്രത്തിൽ ചുമന്നു. അവരെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ പെട്ടെന്നു ദേഷ്യത്തിന്റെ തീ അവളുടെ ഉള്ളിൽ ആളിക്കത്തി. ഈ എല്ലാ അപമാനങ്ങളും നഷ്ടങ്ങളും ഒരു കാരണവുമില്ലാതെയാണോ അവൾ സഹിച്ചത്?
രജിൻ അവളെ കേൾക്കാൻ പോലും മെനക്കെട്ടില്ല. പകരം സത്യം അന്വേഷിക്കാൻ പോലും ശ്രമിക്കാതെ അവളെ പുറത്താക്കി. അവന് ക്ഷമയോട് കാത്തിരിക്കാമായിരുന്നു, ചിന്തിക്കാമായിരുന്നു. പക്ഷെ അവൻ എളുപ്പവഴി തിരഞ്ഞെടുത്തു. അവളെ കുറ്റപ്പെടുത്തി, അവളുടെ എല്ലാം എടുത്തു. അവൾ മുഷ്ടി ചുരുട്ടി. ഒരു ചിന്ത അവളുടെ മനസ്സിലുറച്ചു. അവളെ നശിപ്പിച്ചത് റെജിന്റെ അജ്ഞതയും സ്വാർത്ഥതയും മാത്രമായിരുന്നു. എന്നാൽ അവൾ ഇപ്പോൾ തോൽക്കില്ല. അവൾക്കൊരു പുതിയ ജീവിതം മുന്നിലുണ്ടായിരുന്നു. അവൾക്കത് പുനർനിർമ്മിക്കേണ്ടിയിരുന്നു. ഈ സംഭവത്തിന് ശേഷം അനുപമ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ അവൾ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷെ തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു ചെറിയ കടയിൽ ജോലി ചെയ്യുന്നത് അവളുടെ കുട്ടികളെ പോറ്റാൻ പര്യാപ്തമല്ലായിരുന്നു. അവൾക്കൊരു വലിയ ചുവടുവെപ്പ് നടത്തേണ്ടിയിരുന്നു. അതിനാൽ അവൾ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന കൊച്ചി ഇൻഫോ പാർക്കിലെ ഒരു വലിയ കമ്പനിയിൽ അപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൾ കുറച്ചുകാലം തൊഴിൽ കമ്പോളത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പക്ഷെ അവൾക്ക് ആവശ്യമായ പരിചയമുണ്ടായിരുന്നു. അവൾ എല്ലാ അഭിമുഖങ്ങളും വിജയകരമായി പൂർത്തിയാക്കി അവളെ നിയമിച്ചു. ആ വാർത്ത ലഭിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ കണ്ണുനീരിൽ നിറഞ്ഞു. പക്ഷേ ഇത്തവണ അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങിവരാൻ തുടങ്ങി. അവരുടെ കുട്ടികൾ വളർന്നു, കൂടുതൽ സജീവവും ഊർജ്ജസ്വലവുമായി. അവരുടെ ചിരി വീടിനെ നിറച്ചു. അതോടൊപ്പം അനുപമയുടെ ആഴത്തിലുള്ള മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി. അവരെ നോക്കുമ്പോഴെല്ലാം അവൾക്ക് അഭിമാനം തോന്നി. അവർ അവരുടെ ശക്തിയുടെ പ്രതീകങ്ങളായിരുന്നു. എന്നാൽ എല്ലാം ശരിയായി എന്നവൾ കരുതിയപ്പോൾ ഒരു പുതിയ പേടിസ്വപ്നം ആരംഭിച്ചതായി അവൾക്ക് മനസ്സിലായി. ഒരു സായാഹ്നത്തിൽ അവൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളുടെ വീടിന്റെ വാതിൽക്കൽ ഒരു കവർ കണ്ടെത്തി. അതിൽ പേരോ വിലാസവോ ഉണ്ടായിരുന്നില്ല. അവളുടെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറിക്കൊണ്ടിരുന്നു. അത് തുറക്കുമ്പോൾ അവളുടെ കൈകൾ വിറച്ചു. അതിനകത്തൊരു കടലാസ് മാത്രമുണ്ടായിരുന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു: നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നീ കരുതിയോ? നീ അതിന്റെ വില നൽകേണ്ടി വരും. അവളുടെ ഞരമ്പുകളിലെ രക്തം തണുത്തുറഞ്ഞു. അവൾ ചുറ്റും നോക്കി, തെരുവിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ ആരുമുണ്ടായിരുന്നില്ല. അവൾ പതിയെ മന്ത്രിച്ചു, രജിൻ. ഈ സന്ദേശം അയച്ചത് അവനാണെന്ന് അവരുടെ ഉള്ളിലെ സഹജാതവാസനയെ അവളോട് പറഞ്ഞു. വർഷങ്ങളായി അവളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷനായ ആ മനുഷ്യൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. അവളൊരു നിമിഷം അവിടെ നിന്നു. അവളുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. സ്വയം സമാധാനിപ്പിക്കാൻ അവൾ കൈകൾ മുറുക്കി. അവൾ ചുറ്റും വീണ്ടും നോക്കി. പക്ഷെ ഒന്നും കണ്ടില്ല. അവൾ വേഗത്തിൽ വീടിനകത്തേക്ക് കയറി വാതിൽ ഭദ്രമായി അടച്ചു. അവൾ വീടിന്റെ എല്ലാ മുറികളും പരിശോധിച്ചു. ജനലുകൾ ഭദ്രമായി അടച്ചു. സ്വയം നിയന്ത്രിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും ഭയം അവളുടെ ഹൃദയത്തിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. അവൾ ശ്രദ്ധയോടെ കുട്ടികളുടെ മുറിയിലേക്ക് നടന്നു. അവർ സമാധാനപരമായി ഉറങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്കല്പം ആശ്വാസം തോന്നി. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണെന്ന് അവൾക്കറിയാമായിരുന്നു. രജിൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത്തവണ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അനുപമ വീടിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു. അവളുടെ 3 കുട്ടികളും നല്ല ഉറക്കത്തിലായിരുന്നു. അവരുടെ അമ്മ ലത അവരുടെ മുറിയിൽ TV കാണുകയായിരുന്നു. അവളെ ശല്യപ്പെടുത്താനോ സംഭവിച്ചത് പറയാനോ അവൾക്ക് ആഗ്രഹിച്ചില്ല. പക്ഷേ ഇത് ലളിതമായിരുന്നില്ലെന്നും അവഗണിക്കാൻ കഴിയില്ലെന്നും അവൾക്ക് മനസ്സിലായി. ആ രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. എപ്പോൾ കണ്ണടയ്ക്കുമ്പോഴും രജിന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. വിവാഹ ദിവസം അവൻ സന്തോഷത്തോടെ അവരുടെ കൈപിടിച്ച നിമിഷങ്ങൾ, അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവനെ പൊതിഞ്ഞ സന്തോഷം എന്നിവയെല്ലാം അവൾ ഓർത്തു. പക്ഷേ ആ മനുഷ്യൻ ഇപ്പോൾ ഇല്ലായിരുന്നു. പകരം മറ്റൊരാൾ, ക്രൂരനും പകയും പ്രതികാരവാഞ്ചയും നിറഞ്ഞ ഒരാൾ. അടുത്ത ദിവസം രാവിലെ അനുപമ മടിച്ചില്ല. അവൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തനിക്ക് ലഭിച്ച ഭീഷണിയെക്കുറിച്ച് പരാതി നൽകി. നിങ്ങൾക്കാരെക്കുറിച്ചെങ്കിലും സംശയമുണ്ടോ? ഉദ്യോഗസ്ഥൻ ഗൗരവത്തോടെ ചോദിച്ചു. അനുപമ കൈകൾ മുറുക്കി ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു, അതെ, എന്റെ മുൻ ഭർത്താവാണ്. വർഷങ്ങൾക്ക് മുൻപ് അവൻ എന്നെയും എന്റെ കുട്ടികളെയും ഉപേക്ഷിച്ച് എന്റെ പണം മോഷ്ടിച്ചോടിപ്പോയി. ഇപ്പോൾ അവൻ തിരിച്ചെത്തിയിരിക്കുന്നു. അവന്റെ ഉദ്ദേശങ്ങൾ നല്ലതല്ലെന്ന് ഞാൻ കരുതുന്നു. ഉദ്യോഗസ്ഥൻ തലയാട്ടി കുറിപ്പുകൾ എഴുതിയെടുത്തു. സൂക്ഷിക്കുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഭീഷണി ലഭിക്കുകയോ സംശയാസ്പദമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഉടൻ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ പ്രദേശം നിരീക്ഷിക്കും. അനുപമ ഭാരമുള്ള ഹൃദയത്തോടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷെ ആശങ്ക അവളെ വിട്ടുപോയില്ല. രജിൻ അത്ര പെട്ടെന്ന് കീഴടങ്ങില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾക്ക് തെറ്റില്ല. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ അവൾ നിരീക്ഷിക്കപ്പെടുന്നുവെന്നതിന്റെ ചെറിയ ഭയാനകമായ അടയാളങ്ങൾ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴും അവൾ ഒറ്റയ്ക്കല്ലെന്നൊരു അസ്വസ്ഥമായ തോന്നൽ അവൾക്കുണ്ടായിരുന്നു. ഒരു നിഴൽ അവളെ ദൂരെ നിന്ന് പിന്തുടരുന്നതുപോലെ. ഒരു ദിവസം അവൾ കാറിനടുത്തെത്തിയപ്പോൾ വാതിലിൽ ഒരു നീണ്ട പോരൽ കണ്ടു. ഇതൊരു മുന്നറിയിപ്പായിരുന്നു. രാത്രിയിൽ അവൾ കുട്ടികളെ കിടത്തുമ്പോൾ ചെറിയ ശബ്ദങ്ങൾ പോലും അവൾ ശ്രദ്ധിച്ചു.
അന്ന് രാത്രി അവൾ കണ്ണടച്ചിയുടൻ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. അവൾ വേഗത്തിൽ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവളുടെ ഹൃദയം ഭ്രാന്തമായി മിടിച്ചു. അവൾ ജനലിലേക്ക് ഓട്ടി. പ്രധാന വാതിലിലേക്ക് നോക്കി. വാതിൽ പിടി പതിയെ ചലിക്കുന്നത് കണ്ടു. അവളുടെ ഹൃദയം നെഞ്ചിൽ നിന്ന് പുറത്തേക്ക് ചാടുമെന്ന് അവൾക്ക് തോന്നി. അവൾ താഴത്തെ നിലയിലേക്ക് ഓട്ടി. വാതിൽ ഭദ്രമായി അടച്ചു. എന്നിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ തറയിൽ എന്തോ ഒന്ന് അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. ഉമ്മറപ്പടിയിൽ ഒരു ചെറിയ കടലാസ് ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ അതെടുത്ത് പതിയെ തുറന്നു. നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത്തവണ അവൾ നിശ്ശബ്ദയായിരുന്നില്ല. അവൾ ഉടൻ തന്നെ ഫോണെടുത്ത് പോലീസിനെ വിളിച്ചു. ദയവായി ഉടൻ ഒരാളെ അയക്കൂ. എന്റെ വീടിനു ചുറ്റും ഒരാൾ കറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ അവളുടെ വീട്ടിലെത്തി. പ്രദേശം പരിശോധിക്കാനും അയൽവാസികളോട് ചോദിച്ചറിയാനും തുടങ്ങി. സമീപവാസികളിൽ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അപരിചിതൻ പ്രദേശത്ത് കറങ്ങി നടന്നിരുന്നതായി അവരോട് പറഞ്ഞു. പിന്നീട് ഒരു ഉദ്യോഗസ്ഥൻ CCTV ദൃശ്യങ്ങൾ അവൾക്ക് കാണിച്ചുകൊടുത്തു. അവളുടെ ഞരമ്പുകളിലെ രക്തം തളുത്തുറഞ്ഞു. റെജിൻ. പക്ഷെ അവൻ പഴയ റെജിനായിരുന്നില്ല. അവന്റെ മുടി അലങ്കോലമായിരുന്നു. മുഖം വിളറി. ശരീരം മെലിഞ്ഞിരുന്നു. പക്ഷെ അവന്റെ കണ്ണുകളിൽ അതേ മാരകമായ പകയുടെ നോട്ടം ഇപ്പോഴുമുണ്ടായിരുന്നു. അവൻ നിങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു, ഉദ്യോഗസ്ഥൻ ഗൗരവത്തിൽ പറഞ്ഞു. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഞങ്ങൾ കൂടുതൽ നടപടികൾ സ്വീകരിക്കും. പക്ഷെ അവൻ അത്ര പെട്ടെന്ന് കീഴടങ്ങുമെന്ന് കരുതരുത്. അനുപമ തലയാട്ടി. പക്ഷെ അവളുടെ ഉള്ളിൽ ഭയം അതിവേഗം വളർന്നു. എന്തിനാണ് റെജിൻ തിരിച്ചെത്തിയത്? അവൻ എന്താണ് വേണ്ടത്? അവൻ പ്രതികാരം മാത്രമാണോ തേടുന്നത്? അതോ അതിലും മോശമായ ഉദ്ദേശമുണ്ടോ? ഓരോ ദിവസവും അവൾക്ക് നിരീക്ഷിക്കപ്പെടുന്നതായി തോന്നി. രാത്രിയിൽ പോലും ഭയം അവളുടെ നെഞ്ചിൽ ഭാരം പോലെ കിടന്നു. പിന്നെ അവൾ ഭയപ്പെട്ടത് സംഭവിച്ചു. ഒരു സായാഹ്നത്തിൽ അവൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയപ്പോൾ പ്രിൻസിപ്പൽ അവളെ സമീപിച്ചു. അവന്റെ മുഖത്ത് ആശങ്ക നിറഞ്ഞിരുന്നു. മിസ്സസ് അനുപമ, ഇന്ന് സ്കൂളിനു ചുറ്റും ഒരു സംശയാസ്പദമായ ഒരാൾ കറങ്ങി നടന്നിരുന്നതായി. അവൻ നിങ്ങളുടെ കുട്ടികളെ കുറേ നേരം നിരീക്ഷിച്ചു. ഞങ്ങൾ അവനെ ശ്രദ്ധിക്കുകയും അവനടുത്ത് ചെല്ലുകയും ചെയ്തപ്പോൾ അവൻ വേഗത്തിൽ പോയി. പക്ഷേ ചില അധ്യാപകർ അവൻ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അനുപമയുടെ ശ്വാസം നിലച്ചു. അവളുടെ തൊണ്ട വരണ്ടു. തല കറങ്ങി. റെജിൻ ഇപ്പോൾ അവളുടെ കുട്ടികളെ സമീപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ മനുഷ്യൻ ഉയരം കൂടിയവനായിരുന്നുവെങ്കിലും അവനെ ക്ഷീണിതനും അവശനുമായി തോന്നി. അവന്റെ മുടി അലങ്കോലമായിരുന്നു. അവന്റെ കണ്ണുകളിൽ വിചിത്രവും ഭയാനകവുമായൊരു നോട്ടമുണ്ടായിരുന്നു. അനുപമയുടെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് അരിച്ചുകയറി. അതിൽ സംശയമുണ്ടായിരുന്നില്ല. അത് റെജിനായിരുന്നു. അവൾ കൈകൾ മുറുക്കി സ്വയം നിയന്ത്രിക്കാൻ ഒരു ദീർഘനിശ്വാസമെടുത്തു. അവൾ കുട്ടികളെ മുറുകെ കെട്ടിപ്പിടിച്ച് അധ്യാപകനെ നന്ദിയോടെ നോക്കി പറഞ്ഞു, നിങ്ങൾ അവനെ വീണ്ടും കണ്ടാൽ ദയവായി എന്നെ ഉടൻ അറിയിക്കൂ, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കൂ. തിരിച്ചുള്ള യാത്രയിൽ അവൾ റിയർവ്യൂ മിററിൽ നിന്ന് കണ്ണെടുത്തില്ല. അവൾക്ക് എന്നത്തേക്കാളും കൂടുതൽ ഭയം തോന്നി. രജനിപ്പോൾ അവളെ ഭീഷണിപ്പെടുത്തുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല. അവൻ അവളുടെ കുട്ടികളെയും പിന്തുടരുകയായിരുന്നു. പക്ഷെ അവൻ എന്താണ് വേണ്ടത്? എന്താണവന്റെ ലക്ഷ്യം? പാതിരാത്രിയിൽ അവൾ പൂന്തോട്ടത്തിൽ ഒരു ശബ്ദം കേട്ടു. അവൾ വേഗത്തിൽ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവളുടെ ഹൃദയം ഭ്രാന്തമായി മിടിച്ചു. അവൾ ജനലിലേക്ക് ഓട്ടി. ഇരുട്ടിൽ കണ്ണുകൾ കൊണ്ട് തെരഞ്ഞു. മരങ്ങൾക്കിടയിൽ ഒരു നിഴൽ ചലിക്കുന്നത് അവൾ കണ്ടു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ഫോണെടുത്ത് പോലീസിനെ വിളിച്ചു. ദയവായി ഉടൻ ഒരാളെ അയക്കൂ. എന്റെ വീടിനു ചുറ്റും ഒരാൾ കറങ്ങുന്നുണ്ട് എന്നവൾ മന്ത്രിച്ചു. പക്ഷെ പോലീസ് എത്തുന്നതിന് മുൻപ് പിൻവാതിൽ ഭയാനകമായ ശക്തിയോടെ തുറന്നു. റെജിൻ വീട്ടിൽ അതിക്രമിച്ച് കയറിയിരുന്നു. അനുപമ പരിഭ്രാന്തയായി. അവൾ കുട്ടികളുടെ മുറിയിലേക്ക് ഓടി അവരെ ശക്തിയായി കൈകളിൽ കോരിയെടുത്തു. ആ നിമിഷം ലതയും ഉണർന്നു. എന്താണിത് സംഭവിക്കുന്നത്? അവർ ഭയം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അത് റെജിനാണമ്മേ. അനുപമയുടെ ശബ്ദം നേർത്തതായിരുന്നു, പക്ഷെ വിറയിൽ നിറഞ്ഞിരുന്നു. അവന്റെ കാൽപ്പെരുമാറ്റം വാതിലിന് പിന്നിൽ മുഴങ്ങി. റെജിൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വാതിൽ പിടി പതിയെ ചലിക്കാൻ തുടങ്ങി. അനുപമ, വാതിൽ തുറക്കുക. റെജിന്റെ ശബ്ദം നേർത്തതായിരുന്നു, പക്ഷെ ഭീഷണി നിറഞ്ഞതായിരുന്നു. അനുപമ കുട്ടികളെ കൂടുതൽ ശക്തിയായി കെട്ടിപ്പിടിച്ചലറി. എന്റെ മുന്നിൽ നിന്ന് പോകണം. ഞാൻ പോലീസിനെ വിളിച്ചു. റെജിൻ പുച്ഛത്തോടെ ചിരിച്ചു. അവർ കൃത്യസമയത്തെത്തുമെന്ന് നീ കരുതുന്നുണ്ടോ? പിന്നെ പെട്ടെന്ന് അവൻ വാതിലിൽ ശക്തിയായി ഇടിച്ചു. പിന്നെയും വീണ്ടും ഒരിടി. അവൻ മുറിയിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുൻപ് സൈറൻ ശബ്ദങ്ങൾ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു. പോലീസ് എത്തി. റെജിൻ ഒരു നിമിഷം നിന്നു. എന്നിട്ട് തിരിഞ്ഞോടിപ്പോയി. അനുപമ വേഗത്തിൽ വാതിൽ തുറന്ന് താഴത്തെ നിലയിലേക്കോടി.
പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ പ്രവേശിച്ചിരുന്നു. പക്ഷേ റെജിൻ അപ്രത്യക്ഷനായിരുന്നു. പേടിക്കണ്ട, ഞങ്ങൾ അവനെ കണ്ടെത്തും, ഒരു ഉദ്യോഗസ്ഥൻ ഗൗരവത്തിൽ പറഞ്ഞു. പക്ഷേ നിങ്ങൾ മുൻകരുതലുകൾ എടുക്കണം. ഈ മനുഷ്യൻ അത്ര പെട്ടെന്ന് കീഴടങ്ങുമെന്ന് കരുതരുത്. അനുപമ ആഴത്തിൽ നെടുവീർപ്പിട്ടു. പക്ഷേ അവളുടെ ഉള്ളിൽ ഭയം അതിവേഗം വളർന്നു. ഇതവസാനമല്ലെന്ന് അവൾക്കറിയാം. ആ രാത്രി അവൾ ഉറങ്ങിയില്ല. ഓരോ നിമിഷവും അവൾ ഉണർന്നിരുന്നു. രാവിലെ അവൾ അമ്മയോട് സംസാരിക്കാനിരുന്നു. അവർക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ലായിരുന്നു. അവളുടെ കുട്ടികളുടെ സുരക്ഷയായിരുന്നു പ്രധാനം. അവർക്ക് പോകേണ്ടിയിരുന്നു. പക്ഷേ അവരുടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് അവളുടെ ഫോൺ റിംഗ് ചെയ്തു. അവൾ സ്ക്രീനിലേക്ക് നോക്കി. അത് അപരിചിതമായ ഒരു നമ്പറായിരുന്നു. പക്ഷെ ഒരു വിചിത്രമായ തോന്നൽ അവളെ അതെടുക്കാൻ പ്രേരിപ്പിച്ചു. ഹലോ. ശാന്തവും ഔദ്യോഗികവുമായ എന്നാൽ ദയയുള്ള ഒരു ശബ്ദം കേട്ടു. മിസ്സസ് അനുപമ, ഞാൻ റെജിന്റെ അഭിഭാഷകനാണ്. അവൻ നിങ്ങൾക്കെന്തോ ബാക്കി വെച്ചിട്ടുണ്ട്. അനുപമ നെറ്റിച്ചുളിച്ചു. എന്താണത്? അഭിഭാഷകൻ ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു, അവൻ നിങ്ങൾക്കൊരു കത്ത് വെച്ചിട്ടുണ്ട്. അവളുടെ ശ്വാസം മുട്ടി. അതിലെന്താണ് പറയുന്നത്? അഭിഭാഷകൻ ഒരു ദീർഘനിശ്വാസമെടുത്ത് വായിക്കാൻ തുടങ്ങി. അനുപമ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. പക്ഷേ എന്റെ ഏറ്റവും വലിയ തെറ്റ് നിന്നെ ഉപേക്ഷിച്ചതല്ല, മറിച്ച് നിന്നെ വിശ്വസിക്കാത്തതാണ്. എന്റെ ദേഷ്യവും അഹങ്കാരവും കാരണം ഞാൻ അന്ധനായിരുന്നു. വെറുപ്പെന്നെ അന്ധനാക്കി. അങ്ങനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നില്ല, കാരണം എനിക്കതിന് അർഹതയില്ല. പക്ഷെ എനിക്കിപ്പോൾ ഒരു കാര്യം ശരിയായി ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നിന്നിൽ നിന്നും നമ്മുടെ കുട്ടികളിൽ നിന്നും എന്നേക്കുമായി അകന്നു നിൽക്കുകയെന്നതാണ്. സന്തോഷത്തോടെ ജീവിക്കൂ അനുപമ, കാരണം നിനക്കതിന് അർഹതയുണ്ട്. ഞാൻ എവിടെ പോയാലും നീ സന്തോഷവതിയാണെന്ന് എനിക്കറിയാമെങ്കിൽ മതി. റെജിൻ. അനുപമയുടെ കണ്ണുകൾ കണ്ണുനീരിൽ നിറഞ്ഞു. ഒടുവിൽ അവൻ സത്യം മനസ്സിലാക്കി. പക്ഷെ വളരെ വൈകിപ്പോയിരുന്നു. ചില തെറ്റുകൾക്ക് ഒരിക്കലും പരിഹാരം കാണാൻ കഴിയില്ല. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ അവൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവന്നു. അവൾ ജോലി തുടർന്നു, കുട്ടികളെ പരിപാലിച്ചു. ഇന്നത്തെക്കാളും ശക്തയായ ഒരു സ്ത്രീയായി മാറി. റെജിനെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് അയച്ചെങ്കിലും അനുപമ അവനെ ഒരിക്കലും സന്ദർശിച്ചില്ല. അവൾക്ക് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ആഗ്രഹമില്ലായിരുന്നു. അവളുടെ കുട്ടികളുടെ ഭാവിയും അവരുടെ സുരക്ഷയും മാത്രമായിരുന്നു ഇപ്പോൾ അവൾക്ക് പ്രധാനം. മാസങ്ങൾ കടന്നുപോകുമ്പോൾ റെജിന്റെ നിഴൽ പതിയെ അവളുടെ ജീവിതത്തിൽ നിന്നും മാഞ്ഞുപോയി. ഒരു ദിവസം രാവിലെ അവളുടെ മെയിൽ ബോക്സിൽ ഒരു കത്ത് കണ്ടെത്തി. അത് റെജിൻ താമസിച്ചിരുന്ന പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നായിരുന്നു. അത് വായിക്കാതെ കീറിക്കളയാൻ അവൾക്ക് തോന്നി. പക്ഷേ അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് അവളെ തടഞ്ഞു. അവൾ ഒരു ദീർഘനിശ്വാസമെടുത്ത് പതിയെ കവർ തുറന്നു. അനുപമ, ഞാൻ ഈ കത്ത് വായിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എനിക്കിത് എഴുതേണ്ടിയിരുന്നു. ഞാൻ എല്ലാം ഓർത്ത് ഖേദിക്കുന്നു. പക്ഷെ എന്റെ ഏറ്റവും വലിയ ഖേദം നിനക്ക് സ്വയം ന്യായീകരിക്കാൻ ഒരു അവസരം നൽകാത്തതാണ്. അന്ന് ഞാൻ നിന്നെ കേട്ടിരുന്നെങ്കിൽ, ഒരു നിമിഷം നിർത്തി ചിന്തിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിതം തികച്ചും വ്യത്യസ്തമാകുമായിരുന്നു. പക്ഷെ പകരം ഞാൻ നിന്നെ നഷ്ടപ്പെടുത്താൻ തെരഞ്ഞെടുത്തു. നീ എന്നെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചപ്പോഴാണ് യഥാർത്ഥ വഞ്ചന ചെയ്തത്. ഇപ്പോൾ എന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ എനിക്ക് നിന്നോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദയവായി സന്തോഷത്തോടെ ജീവിക്കൂ. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തയായ വ്യക്തി നീയാണ്. എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്കും നിന്റെ കുട്ടികൾക്കും ഒരു മനോഹരമായ ജീവിതമുണ്ടാകണമെന്നാണ്. എന്റെ എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഈ ക്ഷമാപണം ഇപ്പോൾ ഒന്നും മാറ്റില്ലെന്ന് എനിക്കറിയാം. വിട, അനുപമ. അനുപമ പതിയെ കത്തടച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് നിശബ്ദമായ കണ്ണുനീരൊഴുകി. പക്ഷേ അത് ദുഃഖത്തിന്റെയോ ഖേദത്തിന്റെയോ കണ്ണുനീരായിരുന്നില്ല. അത് അവളുടെ ജീവിതത്തിലെ ഒരു അധ്യായം അടഞ്ഞതിന്റെ ഒരു വിചിത്രമായ ശൂന്യതയും ഒരുപക്ഷെ അല്പം ആശ്വാസവും മാത്രമായിരുന്നു. ഭൂതകാലം പൂർണ്ണമായും അവസാനിച്ചിരുന്നു. അവൾ കത്ത് മേശപ്പുറത്ത് വെച്ച് അവസാനമായി ഒരു നോട്ടം നോക്കി. എന്നിട്ട് അവൾ ജനൽ തുറഞ്ഞ് പുറത്തേക്ക് നടന്നു. സൂര്യൻ ആകാശത്ത് തിളങ്ങി. ജീവിതം മുന്നോട്ടു പോകുന്നു. ഒടുവിൽ അവൾ പൂർണ്ണമായും സ്വതന്ത്രയായിരുന്നു. അനുപമ തന്റെ കുട്ടികളോടൊപ്പം ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. അവളൊരു പുതിയ വീട്ടിലേക്ക് മാറി. അവിടെ അവൾക്ക് ഭൂതകാലത്തിന്റെ നിഴലുകളിൽ നിന്നകന്ന് പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അവളുടെ ജീവിതം ഇപ്പോൾ അവൾക്കും അവളുടെ കുട്ടികൾക്കും മാത്രമുള്ളതായിരുന്നു. അവളുടെ ജോലി പതുക്കെ വികസിച്ചു. അവളുടെ വരുമാനം സ്ഥിരമായി. അവളുടെ കുട്ടികൾക്കൊന്നിനും കുറവുണ്ടായിരുന്നില്ല. അവർക്ക് നല്ലൊരു ജീവിതം നൽകാൻ അവൾക്ക് കഴിയുന്നതെല്ലാം അവൾ ചെയ്തു. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ അവൾക്ക് മുൻപൊരിക്കലുമില്ലാത്ത ഒരു ശക്തി അവൾക്ക് തോന്നി. അവളുടെ കുട്ടികൾ വളർന്നു, മിടുക്കരും ആരോഗ്യവാന്മാരുമായി. അവരുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അന്ന് അവരുടെ 3 പേരുടെയും ജന്മദിനമായിരുന്നു. വീട് ചിരികളാൽ നിറഞ്ഞു. അമ്മ ലതയും അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്ത ഒരു ചെറിയ പാർട്ടിയുണ്ടായിരുന്നു. അവൾ അവരെ മെഴുകുതിരികൾ ഊതിക്കെടുത്തുനിന്ന് നോക്കിയിരുന്നു. വർഷങ്ങളായി അവൾക്ക് അനുഭവപ്പെടാത്ത ഒരു ആന്തരിക സമാധാനം അവൾക്ക് തോന്നി.
ഒടുവിൽ അവൾക്ക് ശരിക്കും സന്തോഷം തോന്നി. ആ നിമിഷം അവൾ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കി. അവൾക്ക് ആരുടെയും ആവശ്യമില്ലായിരുന്നു. അവൾ സ്വന്തം കാലിൽ നിന്നു. അത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു. അനുപമ ആഴത്തിൽ ശ്വാസമെടുത്ത് പ്രഭാതത്തിലെ കാറ്റ് അവളുടെ മുഖത്ത് തഴുകുമ്പോൾ കണ്ണടച്ചു. അവൾ ആ നിമിഷം ആസ്വദിച്ചു. ജീവിതം മുന്നോട്ടു പോകുന്നു. അവൾ ഇനി ഭൂതകാലത്തിന്റെ നിഴലുകളിൽ ജീവിക്കില്ല. അവളുടെ കഥ വേദനയുടെയും കഷ്ടപ്പാടിന്റെയും ഒരു യാത്രയായിരുന്നു. പ്രസവിച്ചുടനെ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീയായിരുന്നു അവൾ. അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു. ഭീഷണികൾ നേരിട്ടു, ഭയമനുഭവിച്ചു, വഞ്ചിക്കപ്പെട്ടു. പക്ഷെ അവൾ കീഴടങ്ങിയില്ല. അവൾ തളർന്നില്ല. ഒടുവിലവൾ തന്റെ കുട്ടികൾക്കു വേണ്ടിയും തനിക്കു വേണ്ടിയും തന്റെ ജീവിതം തിരികെ പിടിച്ചു. അവളൊരു ഇരയായിരുന്നില്ല. അവൾ സ്വന്തം കഥയുടെ നായികയായിരുന്നു. ഈ കഥയിലെ ഏറ്റവും വലിയ പാഠം സ്ത്രീശക്തിയാണ്. അനുപമ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു. അവൾ ബുദ്ധിമുട്ടുകൾക്ക് കീഴടങ്ങിയില്ല. അനീതിക്ക് വഴങ്ങിയില്ല. വെറുപ്പെന്നെ കാർന്നു തിന്നാൻ അനുവദിച്ചില്ല. അവൾ പ്രതികാരം തിരഞ്ഞെടുത്തില്ല. മറിച്ച് ഒരു പുതിയ തുടക്കം തിരഞ്ഞെടുത്തു. കാരണം ജീവിതം ഭൂതകാലത്തിൽ ജീവിക്കാൻ കഴിയാത്തത്ര വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങളിലും നിങ്ങൾക്ക് വെളിച്ചം കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജീവിതം നൽകുന്ന ഓരോ അവസരവും ഉപയോഗിക്കുക. ഒരിക്കലും കീഴടങ്ങരുത്. എന്റെ കഥ കേട്ടതിന് നന്ദി.